ഇന്ത്യൻ സൂപ്പർ ലീഗ് 10ാം സീസൺ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം. ഏതാനും മത്സരങ്ങൾ ശേഷിക്കെ ആദ്യ 5 സ്ഥാനക്കാരിൽ ആർക്കും ഷീൽഡ് ജേതാക്കളാകാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. 35 വീതം പോയിന്റുമായി പ്ലേ ഓഫ് ഉറപ്പിച്ച ഒഡീഷ FC-യും മുംബൈ സിറ്റി FC-യുമാണ് പോയിന്റ് പട്ടികയിൽ മുന്നിലെങ്കിലും മൂന്നാമതുള്ള മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിനാണ് കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടുന്നത്. പ്രതീക്ഷ കൈവിടാതെ FC ഗോവയും കേരള ബ്ലാസ്റ്റേഴ്സും ഫൈനൽ ലാപ്പിലുണ്ട്. അതേസമയം പ്ലേ ഓഫിലെ 6ാം സ്ഥാനത്തിനായി 6 ടീമുകൾ ഒപ്പത്തിനൊപ്പം നീങ്ങുന്നു എന്നതും കൗതുകകരമാണ്. ബ്ലാസ്റ്റേഴ്സിനെതിരായ ജയത്തോടെ പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്തിയ ബംഗളൂരു FC-ക്ക് പുറമെ ജംഷഡ്പൂർ FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC, ഈസ്റ്റ് ബംഗാൾ FC, ചെന്നൈയിൻ FC, പഞ്ചാബ് FC എന്നിവയാണ് അവസാന 6-ൽ കണ്ണുവെക്കുന്നത്. മുൻ സീസണുകളിലെ പോലെ ഏകപക്ഷീയമായ മുന്നേറ്റങ്ങളില്ലാതെ ISL ക്ലബ്ബുകൾ കൂടുതൽ മത്സരക്ഷമത തെളിയിക്കുന്നു എന്നതാണ് 10ാമത്തെ എഡിഷന്റെ പ്രത്യേകത. ഓരോ ടീമിനും ചുരുങ്ങിയത് 4 മത്സരങ്ങളെങ്കിലും ശേഷിക്കെ 6 പോയിന്റ് മാത്രമാണ് ആദ്യ 5 സ്ഥാനക്കാർക്കിടയിലെ പരമാവധി വ്യത്യാസം. ശേഷിക്കുന്ന 6 ടീമുകൾക്കിടയിലെ പരമാവധി വ്യത്യാസമാകട്ടെ 4 പോയിന്റും. 18 മത്സരങ്ങൾ വീതം പൂർത്തിയാക്കി ബംഗളൂരുവിന് 21ഉം ജംഷഡ്പൂരിന് 20 പോയിന്റുകളാണുള്ളത്. എന്നാൽ 17 മത്സരം കളിച്ച നോർത്ത് ഈസ്റ്റിന് 20 പോയിന്റുണ്ട്. 17 മത്സരങ്ങളിൽ നിന്ന് ഈസ്റ്റ് ബംഗാളിനും ചെന്നൈയിനും 18 വീതം പോയിന്റും പഞ്ചാബിന് 17 പോയിന്റുമുണ്ട്. തുടർ മത്സരങ്ങളിലെല്ലാം ജയിച്ചാൽ നോർത്ത് ഈസ്റ്റിന് നോക്കൌട്ട് ഉറപ്പിക്കാം. മറ്റെല്ലാ ടീമുകളും ബാക്കി മത്സരങ്ങൾ ജയിച്ചാലും നോക്കൌട്ടിലെത്താൻ മറ്റു ടീമുകളുടെ പോയിന്റ് നഷ്ടം കൂടി പരിഗണിക്കേണ്ടി വരും. 18 കളിയിൽ ഒരു ജയം പോലുമില്ലാത്ത മുൻ ചാമ്പ്യന്മാരായ ഹൈദരാബാദ് FC മാത്രമാണ് എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച ഏക ടീം. സമനിലയിലൂടെ ലഭിച്ച 5 പോയിന്റ് മാത്രമാണ് ഹൈദരാബാദിന്റെ സമ്പാദ്യം. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.